ഹായ് ഫ്രണ്ട്സ്, മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫർ. വമ്പൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരക്കുന്നത്. മോഹൻലാലിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായിരിക്കും ലൂസിഫർ എന്നാണ് വിലയിരുത്തലുകൾ. പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ കഴിവ് തിരിച്ചറിയുന്നതും ലൂസിഫറിലൂടെയായിരിക്കും. അതിനോടൊപ്പം തന്നെ വീണ്ടും മോഹൻലാലിൻ്റെ ഒപ്പം അഭിനയിക്കാനൊരുങ്ങുകയാണ് മഞ്ജു വാര്യർ. ഏറെ വിജയപ്രതീക്ഷയോടെ കാത്തിരുന്ന ലൂസിഫർ ചിത്രത്തിൽ അഭിനയിക്കുവാൻ സാധിച്ചുവെന്നത് തന്നെ സംബന്ധിച്ച് ഒരു ഡബിൾ ലോട്ടറി അടിക്കുന്നത് പോലെയായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് മഞ്ജു വാര്യർ. പ്രിയദർശിനി രാംദാസ് എന്നാണ് മഞ്ജുവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായും മഞ്ജു വാര്യർ നായികയും ബോളിവുഡ് നടൻ വിവേക് ഒബ്രോയ് പ്രതിനായക കഥാപാത്രവുമായി എത്തുന്ന ചിത്രം എന്നതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ പ്രഥമ സംവിധാന സംരംഭം, മുരളി ഗോപിയുടെ തിരക്കഥ എന്നീ ഘടകങ്ങളും പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണ്. മാർച്ച് 28-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. ലൂസിഫർ മോഹൻലാൽ മഞ്ജു വാര്യർ കൂട്ടിലെത്തുന്ന 7ാമത്തെ ചിത്രമാണ്. അടുത്തത് കുഞ്ഞാലി മരക്കാറാണ്. ലൂസിഫർ 7ാമത്തെ ചിത്രമാണെങ്കിലും ഈ സിനിമയിൽ മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ നായികയായും നായികയ്ക്ക് സമാനമായ കഥാപാത്രവുമായാണ് മഞ്ജു മോഹൻലാലിനൊപ്പം എത്തിയിരുന്നത്. പക്ഷേ ലൂസിഫറിൽ വിവേക് ഒബ്രോയാണ് മഞ്ജുവിന്റെ നായകൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്നും ഫേസ്ബുക്ക് ലൈവിലെത്തിയ മോഹൻലാലിനോടൊപ്പം മഞ്ജു വാര്യർ ചേർന്നതും വലിയ വാർത്തയായിരുന്നു. ഒടിയനിലെ ഒരു ഡയലോഗിന്റെ പേരിൽ മാത്രം ഏറെ പരിഹാസം കേൾക്കേണ്ടി വന്നിരുന്നു അടുത്തിടെ മഞ്ജു വാര്യർക്ക്. ആ സിനിമയും ഡയലോഗുമെല്ലാം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഒടിയനിലെ കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന ഡയലോഗ് ലാലിനോട് ചോദിച്ച് ലൈവിലെത്തിയിരിക്കുകയാണ് മഞ്ജു. അവതാരകന്റെ നിർബന്ധത്തെ തുടർന്നായിരുന്നു മഞ്ജുവിന്റെ ഈ ചോദ്യം. തന്നെ വഴക്കു പറയരുതേ ലാലേട്ട എന്ന മുൻകൂർ ജാമ്യത്തോടെയാണ് മഞ്ജു ആരംഭിച്ചത്. തുടർന്ന് കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന ഡയലോഗിന് ചെറുപുഞ്ചിരിയോടെ ആയിക്കോട്ടെ അല്പം ചമ്മന്തി കൂടി എടുത്തോളൂ എന്ന രസകരമായ മറുപടിയും ലാൽ നൽകുകയായിരുന്നു. തുടർന്ന് റിലീസിനൊരുങ്ങുന്ന ലൂസിഫറിന്റെയും ചിത്രീകരണം പുരോഗമിക്കുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശൻ ചിത്രത്തിന്റെയും വിശേഷങ്ങൾ ഇരുവരും പങ്കുവച്ചു. മഞ്ജുവിനെ കൂടാതെ പൃഥ്വിരാജ്, സൂര്യ, ടൊവിനോ തോമസ്, സുചിത്ര മോഹൻലാൽ, ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവരും ഫേസ്ബുക്ക് ലൈവിൽ ലാലിനൊപ്പം ചേർന്നിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.